Welcome to Plus 1 Mathematics classes, Chapter 6 Linear Inequalities. Exercise 6.1 ile adutha section ennu parayunnathu solve the inequalities in exercise 17 to 20 and show the graph of the solution in each case of the number line 3x minus 2 less than 2x plus 1. അപ്പോൾ നമുക്ക് ഇവിടെ സോൾവ് ചെയ്യുകയും വേണം അതിന്റെ ഗ്രാഫ് സൊല്യൂഷൻ സെറ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഇന്റർവെൽ എന്ന് പറയുന്നത് ഗ്രാഫ് ആയിട്ട് കാണിക്കുകയും വേണം. ഗ്രാഫ് ഷോ ദ ഗ്രാഫ് ഓഫ് ദ സൊല്യൂഷൻ നമ്പർ ലൈനിൽ കാണിക്കുകയും വേണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ആദ്യം സോൾവ് ചെയ്യാം. ഇപ്പം ഇതുവരെയും ചെയ്തുകൊണ്ട് വന്നിരുന്ന 16 ക്വസ്റ്റ്യൻസും ചെയ്തു തന്ന അതേ ഫോമാറ്റിൽ തന്നെ ഇതിനൊന്ന് സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ട് എക്സിന്റെ സൊല്യൂഷൻ സെറ്റ് നമുക്ക് ആദ്യം ഒന്ന് എഴുതാം. അപ്പോൾ 3x minus 2 less than 2x plus 1 ആണ്. അതൊന്ന് എടുത്തെഴുതാം. 3x minus 2 less than 2x plus 1. x എല്ലാം ഒരു സൈഡിലേക്ക് 3x minus 2x less than 1 plus 2 that is x less than 3. x less than 3 എന്നാണ് നമുക്ക് കിട്ടിയ ആൻസർ. എക്സിന്റെ വാല്യൂ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് സൊല്യൂഷൻ സെറ്റ് ഈസ് എവിടെ തൊട്ട് എക്സിന്റെ വാല്യൂ 3യെക്കാട്ട് ചെറുതാണെന്ന് പറഞ്ഞാൽ -∞ തൊട്ട് 3 വരെ 3 ഓപ്പൺ ഇന്റർവൽ ആണ്. ഇതാണ് സൊല്യൂഷൻ സെറ്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്കിതിനെ ഗ്രാഫ് കൂടി കണ്ടുപിടിക്കണം. അതായത് ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഒറ്റ വേരിയബിളേ ഉള്ളൂ. ഇവിടെ ഒരു വേരിയബിളേ ഉള്ളെങ്കിൽ ഒരു നമ്പർ ലൈൻ അല്ലെങ്കിൽ ഒരു റിയൽ ലൈനിലായിരിക്കും ആ ഗ്രാഫ് കാണിക്കേണ്ടത്. 2 വേരിയബിൾ ഉണ്ടെങ്കിലോ ഒരു ഗ്രാഫ് നമ്മൾ സാധാരണ വരയ്ക്കുന്ന ഗ്രാഫ് പേപ്പറിലെ ആ ഒരു രീതിയിലായിരിക്കും ഗ്രാഫ് കാണിക്കേണ്ടത്. അത് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ 3 വേരിയബിൾ ആണെങ്കിൽ 3 ആക്സസ് വേണം. അതിനെപ്പറ്റിയുള്ള ചാപ്റ്റർ ആയിട്ട് തന്നെ നമ്മൾ 3D എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ പാഠത്തിൽ ഒറ്റ വേരിയബിളിൻ്റെതും 2 വേരിയബിളിൻ്റെതും സൊല്യൂഷൻ സെറ്റ് കണ്ടുപിടിച്ച് അതിനെ ഗ്രാഫിക്കലായിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്നോട് കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു റിയൽ ലൈൻ ഈ ഒരു സൊല്യൂഷൻ സെറ്റിനെ ഗ്രാഫിക്കലായിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം റിയൽ ലൈൻ വരയ്ക്കണം. റിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ആക്സസ് വരയ്ക്കുമ്പോൾ മാർക്ക് ചെയ്യില്ലേ 0 0 1 അങ്ങനെ അങ്ങ് മാർക്ക് ചെയ്തിട്ടിരുന്നാൽ മതി. അതാണ് റിയൽ ലൈൻ അല്ലെങ്കിൽ നമ്പർ ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ -1 -2 -3 ഇങ്ങനെ ഇങ്ങോട്ടേക്ക് എക്സെട്ര ആയിട്ട് പോകും. അപ്പോൾ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് -∞ ഇവിടെ മുതൽ ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ്. ഇവിടെ തൊട്ട് ഇവിടെയും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇൻഫിനിറ്റിയിലേക്ക് കണ്ടിന്യൂ ചെയ്തു പോവുകയാണ്. അപ്പം -∞ മുതൽ 3 വരെ 3 ഇതാ ഇവിടെ കിടക്കുന്നു. 3 വരെ 3യിൽ നമുക്കൊരു പോയിന്റ് മാർക്ക് ചെയ്യണം. ആ പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഓപ്പൺ ആണെങ്കിൽ ഓപ്പൺ ഇന്റർവൽ ആണെങ്കിൽ മീനിങ് എന്താ, 3 ഉൾപ്പെടുന്നില്ല എന്നാണ്. 3 ഉൾപ്പെടുന്നില്ലെങ്കിൽ നമ്മളൊരു ജസ്റ്റ് ഹോൾ ഉള്ള ഒരു സർക്കിൾ അവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇങ്ങോട്ടേക്കുള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡാർക്കൺ ചെയ്ത് വരയ്ക്കുക. ഓക്കെ, ഡാർക്കൺ ചെയ്ത് വരച്ചാൽ മതിയാവും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ചെയ്ത കാര്യം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. -∞ മുതലാണ് ഈ അറ്റം മുതൽ. അപ്പൊ അതായത് അവിടുന്നേ വരുന്നു. എവിടം വരെ ഉണ്ട്, 3 വരെ ഉണ്ട്. 3 എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവൽ ആയതുകൊണ്ട് ജസ്റ്റ് ഒരു ഹോൾ ഉള്ള ഒരു സർക്കിൾ അവിടെ പോയിന്റ് ഔട്ട് ചെയ്തു. ഇത് ക്ലോസ്ഡ് ആയിരുന്നെങ്കിൽ ഈ ഹോൾ അങ്ങ് ഫില്ല് ചെയ്തേനെ. അതായത് വലിയൊരു ഡാർക്ക് ഡോട്ട് വെച്ചിട്ട് അതങ്ങ് ഫില്ല് ചെയ്തിന്. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ 3 ഈ ഒരു സെറ്റിൽ ഉൾപ്പെടുന്നു എന്നാണ്. ഇവിടുത്തെ മീനിങ് 3 ഈ സെറ്റിൽ ഉൾപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ആ ഹോളുള്ള ഒരു സർക്കിളായിട്ട് ആ പോയിന്റിനെ പോയിന്റ് ഔട്ട് ചെയ്തത്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെയാണ് ഈ സൊല്യൂഷൻ സെറ്റ് റിയൽ ലൈനിൽ അല്ലെങ്കിൽ ഗ്രാഫായിട്ട് കാണിക്കുന്നത്. ഒറ്റ വേരിയബിളെ ഉണ്ടെങ്കിൽ നമ്പർ ലൈനിലായിരിക്കും ആ ഗ്രാഫ് കാണിക്കേണ്ടത്. നമ്പർ ലൈൻ അല്ലെങ്കിൽ റിയൽ ലൈൻ എന്നൊക്കെ വിളിക്കാം. അപ്പം ഇതേപോലെ ഇവിടം വരെ ചെയ്തത് നമ്മൾ പഴയ ക്വസ്റ്റ്യൻസിൽ ഇവിടം വരെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതേ മാത്രമേ ഉള്ള ഒരു പുതിയതായിട്ടുള്ള കാര്യം. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2-3 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യുമ്പം ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ക്ലിയർ ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 5x minus 3 greater than or equal to 3x minus 5. നിങ്ങൾ ഈ ക്ലാസ് കാണുമ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞത് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. എന്നിട്ട് അത് ആൻസർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം വീഡിയോ നോക്കിയാൽ മതി. ഓക്കെ, എന്തായാലും ചെയ്ത് നോക്കാം. 5x minus 3 that is 5x minus 3 greater than or equal to 3x minus 5. നമുക്ക് 3xനെ ഇപ്പുറത്തേക്ക് വിളിക്കാം. 5x minus 3x greater than or equal to -5 plus 3, which implies
2x greater than or equal to minus 2, which implies x greater than or equal to minus 1. അപ്പോൾ ഇതാണ് സൊല്യൂഷൻ സെറ്റ്. സൊല്യൂഷൻ സെറ്റ് ഈസ് -1 മുതൽ വലുതായി വാല്യൂസ് വലുതായി കൊണ്ടുപോവുകയാണ് -1 to ഇൻഫിനിറ്റി. -1 ഉൾപ്പെടുന്നുണ്ട് എന്നാണ് മീനിങ് അല്ലെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നതുകൊണ്ട് ഉൾപ്പെടുന്നു. ഇനി നമ്പർ ലൈൻ വരച്ചതിനെ മാർക്ക് ചെയ്യാം. നമ്പർ ലൈൻ മാർക്ക് ചെയ്തു. ഇതിന്റെ സൊല്യൂഷൻ സെറ്റ് -1 മുതൽ ഇൻഫിനിറ്റി വരെ. അപ്പൊ -1 ഇവിടെയാണ്. ഇവിടെ നമ്മളത് ഡാർക്കൻ ചെയ്തുള്ള ഡോട്ട് ആയിരിക്കണം വരയ്ക്കേണ്ടത്. കാര്യം ആ ഒരു പോയിന്റ് ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അല്ലെ. ഇനി എന്താ ചെയ്യുക, -1 മുതൽ ഇങ്ങോട്ടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കുറച്ച് കടുപ്പിച്ച് വരയ്ക്കുക. കുറച്ചും കൂടി ഡാർക്കൻ ചെയ്ത് വരയ്ക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് സൊല്യൂഷൻ സെറ്റ് ഇൻ 1 വേരിയബിൾ റെപ്രസെന്റ് ചെയ്യുന്നത്, -1 മുതൽ ഇൻഫിനിറ്റി വരെ. അടുത്ത ക്വസ്റ്റ്യൻ, 3 into 1 minus x less than 2 into x plus 4. It is 3 minus 3x less than 2x plus 8. അപ്പോൾ -3x ഇവിടേക്കാം, ഇത് ഇപ്പുറത്തെ കൊണ്ടുവരാം. -2x less than 8 minus 3. That is -5x less than 8 minus 3 is 5. നമുക്ക് x മാത്രം മതി. -5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് സിമ്പിൾ തിരിഞ്ഞു വന്നു. മൈനസ് നേരത്തെ പറഞ്ഞിരുന്നു, മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ചെയ്യുമ്പോൾ സിമ്പിൾ നമ്മുടെ ലെസ് ദാൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ആവും, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ലെസ് ദാൻ ആവും. പക്ഷെ മൈനസ് കൊണ്ട് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്താൽ പ്രശ്നമില്ല. മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ, ഇവിടെ നമ്മൾ -5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. 5നെ -5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ -1 ആണ്. പക്ഷെ ലെസ് ദാൻ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ആവും. എക്സ് ഗ്രേറ്റർ ദാൻ -1. ഓക്കെ, അപ്പൊ ഇതിന്റെ വാല്യൂ സൊല്യൂഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൊല്യൂഷൻ സെറ്റ് ഈസ് -1 ഇൻഫിനിറ്റി. -1 ഓപ്പൺ ആണ്, ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഓപ്പൺ ആണ്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ നമ്പർ ലൈനിലോട്ടൊന്ന് മാർക്ക് ചെയ്യാം. -1 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. അപ്പൊ -1 ഇവിടെ ഉണ്ട്, പക്ഷെ -1 ഉൾപ്പെടാത്തത് കൊണ്ട് നമ്മൾ -1ന്റെ അടുത്ത് ഒരു ഡോട്ടുള്ള ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പൊ ഈ ഒരു ഡോട്ട് എന്ന് പറയുന്നത് അതുപോലെ ഓപ്പൺ ആയിട്ട് തന്നെ കാണിക്കണം. അതിനകത്ത് ഇതുപോലുള്ള ഈ ഒരു വര എന്ന് പറയുന്നത് അതങ്ങ് ഒഴിവാക്കാം. നമുക്ക് ഡോട്ടായിട്ട് തന്നെ കാണുകയും ചെയ്യാം. എന്നിട്ട് ഇങ്ങോട്ടേക്കുള്ള ഭാഗം എന്ത് ചെയ്യണം? ഡാർക്കൻ ചെയ്യണം. ഒരു സ്കെയിൽ വെച്ച് നിങ്ങളുടെ പേപ്പറിൽ വരയ്ക്കുക, ഡാർക്കൻ ചെയ്ത് വരയ്ക്കുക. എഴുപതാമത്തെ ക്വസ്റ്റ്യൻ, x/2 ലെസ് ദാൻ 5x minus 2 by 3 minus 7x minus 3 by 5. നമുക്ക് ഇതിനെ ഒന്ന് ഫ്രാക്ഷൻ ആണിത്, ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ എഴുതി സോൾവ് ചെയ്യാം. x/2 ലെസ് ദാൻ, നമുക്ക് ഇവിടെ ഫ്രാക്ഷൻ മൈനസ് ചെയ്തിരിക്കുകയാണ്. ഫ്രാക്ഷൻ മൈനസ് ചെയ്യുമ്പോൾ കോമൺ ഡിനോമിനേറ്റർ എടുക്കുക ആദ്യം, 15. പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ 5 into 5x minus 2 minus 3 into 7x minus 3. അപ്പോൾ x/2 ലെസ് ദാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് അറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ 25x minus 10 minus 21x plus 9 by 15. Okay. x/2 less than 25x minus 21x is 4x minus 1 by 15. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ അപ്പുറത്തും ഇപ്പുറത്തോട്ടും മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് ഒന്നുമില്ല മൾട്ടിപ്ലൈ ചെയ്യാൻ, അതുകൊണ്ട് സിമ്പിളിന് പ്രശ്നമൊന്നുമില്ല. 15x ലെസ് ദാൻ 2 into 4x minus 1. 15x less than 8x minus 2, which is equal to 15x minus 8x less than minus 2, that is 7x less than minus 2, which implies x less than minus 2 by 7. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് സൊല്യൂഷൻ സെറ്റ് ഈസ് -2/7 ചെറുതായി നിൽക്കണം എന്നുള്ളതാണ്. ഏറ്റവും വലിയ വാല്യൂ -2/7 ആണ്. ഓക്കെ, അപ്പം -∞ മുതൽ -2/7 വരെ. അത് ഓപ്പൺ ഇന്റർവൽ ആണ് ഈ സൈഡിൽ, കാര്യം ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. നമ്പർ ലൈൻ വരയ്ക്കാം.
നമ്പർ ലൈനിൽ അതുപോലെ മാർക്ക് ചെയ്യാം. 1 2 3 4 -1 -2 -3 ഒക്കെ മാർക്ക് ചെയ്തു. നമുക്ക് ഈ ഒരു പോയിന്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത്, -2/7. അപ്പോൾ 2/7 എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് കൃത്യമായി കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ആ 2/7 എന്ത് ചെയ്യണം, ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതായത് 2/7 എത്രയാണെന്ന് നോക്കാം. ഒരു 0 കൊടുക്കാം. 0.7 2s are 14, 6 60, 7 8s are 56, അങ്ങനെ പോകും. അപ്പോൾ 0.28 വന്നു, -0.28. -0.28 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ വരും. ഇപ്പോൾ നിങ്ങൾ ഇത് നമ്പർ ലൈൻ പേപ്പറിൽ വരയ്ക്കുമ്പോൾ സ്കെയിൽ വെച്ചാണ് വരയ്ക്കേണ്ടത്. സ്കെയിലിനകത്ത് ഓരോ യൂണിറ്റും ഓരോ സെന്റിമീറ്റർ ആയിട്ട് തന്നെ ഇതിനകത്ത് മാർക്ക് ചെയ്യണം. അതേപോലെ അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് 0.28 അല്ലെങ്കിൽ 0.3 മാർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി ആ മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതൊരു ഡാർക്കൺ ചെയ്യരുത്, ഒരു ഹോളായിട്ട് അല്ലേ, ഒരു ഹോളുള്ള ഒരു സർക്കിൾ പോലെ ആ പോയിന്റ് മാർക്ക് ചെയ്യുക. കാര്യം ഇവിടെ ഓപ്പൺ ഇന്റർവൽ ആയതുകൊണ്ട്. അപ്പം മൈനസ് എവിടം വരെയാണ്, -∞ മുതലാണ്. ഇവിടെ തൊട്ടേ തുടങ്ങും, -∞ മുതൽ എവിടം വരെ, ഈ പോയിന്റ് വരെ, -2.7 -0.228 വരെ, അല്ലെങ്കിൽ -2/7 വരെയുള്ള പോയിന്റ് ഡാർക്ക് ഔട്ട് ചെയ്ത് വെക്കാം. 21st question. Ravi obtained 70 and 75 marks in first 2 unit test. Find the minimum marks he should get in the third test to have an average of at least 60 marks. അപ്പോൾ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ്, പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് ആണ് പ്രോബ്ലംസ് ആയിട്ട് നമ്മുടെ മുമ്പിൽ എത്തുന്നത്. അപ്പോൾ ഇത് വായിച്ചു നോക്കി നമുക്ക് എക്സ് എന്ന വേരിയബിൾ ഒക്കെ അറിയാൻ വയ്യാത്തതിനാണല്ലോ എക്സ് എന്ന വേരിയബിൾ കൊടുക്കുന്നത്. എക്സ് എന്ന വേരിയബിൾ ഒക്കെ കൊടുത്ത് ആ ഇക്വേഷൻ നമ്മൾ തന്നെ ഫോം ചെയ്ത് സോൾവ് ചെയ്യുക, അതാണ് മീനിങ്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. Ravi obtained 70 and 75 marks in first unit test. Find the minimum marks he should get in the third test to have an average of at least 60 marks. പറഞ്ഞാൽ ആദ്യം 70-75 കിട്ടി അല്ലെ, 70 കിട്ടി, 75 കിട്ടി രവിക്ക്. ഇനി മൂന്നാമതൊരു മാർക്ക് എത്ര കിട്ടിയാൽ അറിയത്തില്ല. അപ്പൊ നമുക്കതിനെ എക്സ് എന്ന് കൊടുക്കാം. ലെറ്റ് എക്സ് ബി ദ മാർക്സ് ഇൻ third test. അപ്പൊ അങ്ങനെ ഒരു സെന്റൻസ് നമ്മൾ എഴുതണം. ലെറ്റ് എക്സ് ബി ദ മാർക്സ് ഒബ്റ്റെയിൻഡ് ഇൻ തേർഡ് ടെസ്റ്റ്. അപ്പോൾ 70 75 എക്സ് ഇങ്ങനെയാണ് മാർക്കിന്റെ വിവരം. ഫസ്റ്റ് സെറ്റിൻ്റെത്, സെക്കൻഡ് ടെസ്റ്റിൻ്റെത്, തേർഡ് ടെസ്റ്റിൻ്റെത്. ഇതിന്റെ ആവറേജ് എന്ന് പറയുന്നത് 60 വേണം. തേർഡ് ടെസ്റ്റ് ടു ഹാവ് ആൻ ആവറേജ് ഓഫ് അറ്റ്ലീസ്റ്റ് 60 മാർക്സ്. 60 വേണം. ഇതിന്റെ ആവറേജ് എത്രയാ? 70 + 75 + x ഡിവൈഡഡ് ബൈ 3. ഇതാണ് ആവറേജ്. ഇതൊരു 60 വേണം എന്ന് പറഞ്ഞാൽ 60-നേക്കാൾ കൂടി നിൽക്കണം. 60 ആകാം അല്ലെ, 60 വേണം. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്, അറ്റ്ലീസ്റ്റ് മീനിങ് എങ്കിലും, അത്രയെങ്കിലും. അപ്പൊ 60 വേണമെന്ന് പറഞ്ഞാൽ > 60. അപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിനെ സോൾവ് ചെയ്ത്, നമ്പർ ലൈൻ മാർക്ക് ചെയ്യാനൊന്നും പറയുന്നില്ല, സോൾവ് ചെയ്താൽ മതി. എക്സിന്റെ വാല്യൂ എത്ര വേണം, മിനിമം മാർക്സ് എത്ര കിട്ടണം എന്നാണ് ചോദ്യം. അപ്പോൾ 70 + 75 എന്ന് പറഞ്ഞാൽ 145 + x by 3 > 60, which implies ഈ 3യെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. 145 + x > 180. അപ്പോൾ x > 180 - 145 എത്ര കിട്ടും? ഇവിടെ ഈക്വൽ ടു എഴുതണ്ട, അടുത്ത സ്റ്റെപ്പിലോട്ട് മാറ്റി നമുക്ക് എഴുതാം. x > 35 കിട്ടും അല്ലെ. അപ്പൊ 35 മാർക്കെങ്കിലും വേണം ആവറേജ് 60 ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ, 60 കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം. അപ്പൊ അത് ഒരു ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ ആക്കി എഴുതണം. മാർക്ക് മസ്റ്റ് ബി > 35 അല്ലെങ്കിൽ മാർക്സ് ഇൻ തേർഡ് ടെസ്റ്റ് should be greater than or equal to 35. അപ്പം ഒരു 35 വേണം എന്ന ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് തന്നെ എഴുതി വെക്കാം. 22ാമത്തെ ക്വസ്റ്റ്യൻ. ടു റിസീവ് ഗ്രേഡ് എ ഇൻ കോഴ്സ്. നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെയാണിത്. ഒരു അർത്ഥം അതാണ്, അർത്ഥം മനസ്സിലാക്കുക വായിക്കുമ്പോൾ. ടു റിസീവ് ഗ്രേഡ് എ ഇൻ എ കോഴ്സ് one must obtain an average of 90 marks or more in 5 examinations
If Sunita's marks is first 4 examinations are 87, 92, 94, 95. Find minimum marks that Sunita must obtain the 5th examination to get grade A in the course. അപ്പോൾ ഒരു കോഴ്സ് എ ഗ്രേഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഓൾറെഡി കയ്യിലുള്ള മാർക്സ് 87, 92, 94, 95 ആണ്. അതിൻ്റെ കൂടെ എത്രയും കൂടി ചേർത്താൽ നമുക്ക് എ ഗ്രേഡ് കിട്ടും. എ ഗ്രേഡ് കിട്ടാനുള്ള കണ്ടീഷൻ പറയുന്നുണ്ട് 90 മാർക്സ് അല്ലെങ്കിൽ അതിന് മുകളിൽ ചെയ്താൽ മതിയാകും. 90 മാർക്സ് 5 എക്സാമിനേഷന് കൂടെ ചേർത്ത് ആവറേജ് 90 മാർക്സ് വേണം. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള മാർക്സ് എഴുതി വെക്കാം. 87, 92, 94, 95 ഇതാണ് 4 എക്സാമിനേഷനിലുള്ള മാർക്ക്. അപ്പോൾ 5ാമത്തെ എക്സാമിനേഷനിൽ എത്ര മാർക്കും കൂടി കിട്ടിയാൽ ആവറേജ് എത്രയാവണം? എ ഗ്രേഡ് കിട്ടണം. എ ഗ്രേഡ് കിട്ടണമെങ്കിൽ ആവറേജ് എത്രയാകണം? ആവറേജ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ എത്ര വരും? 5 വരും. ആവറേജ് എന്ന് പറയുന്നത് 90 വരണം. ഓക്കെ, ആവറേജ് one must obtain an average of 90 marks or more. 90 എങ്കിലും കിട്ടണം അല്ലേ? 90 മാർക്സ് ഓർ മോർ എന്നുള്ള ഒരു വാക്ക് അവിടെയുണ്ട്. എന്ന് പറഞ്ഞാൽ 90 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് ആഡ് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ, എക്സിൻ്റെ ഒരു സൊല്യൂഷൻ സെറ്റ് കിട്ടും. അത് എത്രയാണെന്ന് നോക്കാം. 87 പ്ലസ് 92 പ്ലസ് 94 പ്ലസ് 94 എന്ന് പറയുന്നത് ഇവിടെ 95 ആയിരുന്നു. അപ്പം ഇത് 4ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 368 വരും. 368 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90. പിന്നെ ഈ 5നെ എങ്ങ് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 368 പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ഇൻറ്റു 5 ദാറ്റ് ഈസ് 450. പിന്നെ എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 450 മൈനസ് 368 ദാറ്റ് ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 82. അപ്പം നമുക്ക് 5ാമത്തെ എക്സാമിനേഷൻ സുനിതയ്ക്ക് 82 മാർക്സ് എങ്കിലും ഉണ്ടെങ്കിലേ എ ഗ്രേഡ് കിട്ടാൻ പറ്റുള്ളൂ എന്ന് പറയാം അല്ലേ? Exercise 6.1 23rd question. Find all the pairs of consecutive odd positive integers, both of which are smaller than 10, such that the sum is more than 11. അപ്പോൾ ഈ കണ്ടീഷൻ വെച്ചിട്ട് ഇക്വേഷൻസ് നമുക്ക് ഫോം ചെയ്യണം. ഫോം ചെയ്ത് കഴിഞ്ഞ് സോൾവ് ചെയ്യുകയും വേണം. Find all the pairs of consecutive odd positive integers. Odd positive integers അടുത്തടുത്തുള്ള 2 എണ്ണം പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം. ലെറ്റ് എക്സ് ബി 1 ഓഡ് നമ്പർ ആണെങ്കിൽ, എക്സ് ബി 1 ഓഡ് നമ്പർ ആണെങ്കിൽ അതിന്റെ അടുത്തുള്ള നെക്സ്റ്റ് ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 2 ആവും അല്ലെ? എക്സ് പ്ലസ് 2 is the next one. നെക്സ്റ്റ് ഓഡ് നമ്പർ 2 വീതം കൂട്ടിയാണ് ഓഡ് നമ്പർ പറഞ്ഞത്. ഈവൻ നമ്പറും അങ്ങനെ തന്നെയാണ്, 2 വീതം കൂട്ടി. അപ്പോൾ എക്സും എക്സ് പ്ലസ് 2ഉം 2 കൺസിക്യൂട്ടീവ് ഓഡ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണ്. ബോത്ത് ഓഫ് വിച്ച് ആർ സ്മോളർ ദാൻ 10. എക്സ് ലെസ് ദാൻ 10 ആണ് ആൻഡ് എക്സ് പ്ലസ് 2ഉം ലെസ് ദാൻ 10 ആണ്. ബോത്ത് ഓഫ് വിച്ച് ആർ സ്മോളർ ദാൻ 10. ഇപ്പൊ 2 കേസും സാറ്റിസ്ഫൈ ചെയ്യണം. എക്സ് ലെസ് ദാൻ 10 ആൻഡ് എക്സ് പ്ലസ് 2 ലെസ് ദാൻ 10. പിന്നെ ഒരു കാര്യയുടെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, ആൻഡ് ദർ സം ഈസ് മോർ ദാൻ 11. എക്സിന്റെയും എക്സ് പ്ലസ് 2ന്റെയും സം എന്ന് പറയുന്നത് മോർ ദാൻ 11 ആയിരിക്കണം. അപ്പൊ ഈ ഒരു 3 കണ്ടീഷൻസ് നമുക്ക് കിട്ടി. 3 കണ്ടീഷൻസിനകത്തുനിന്ന് കൂടി എക്സിന്റെ കണ്ടീഷൻ ഒറ്റയടിക്ക് നമുക്ക് എഴുതാൻ സാധിക്കണം. എക്സ് ലെസ് ദാൻ 10 ആണ്, എക്സ് പ്ലസ് 2 ലെസ് ദാൻ 10 ആണ്. അപ്പം ഇതിനകത്തുനിന്ന് ഈ 2 കണ്ടീഷനകത്തുനിന്നും നമുക്ക് ഒരു കാര്യം എഴുതാം. എക്സ് പ്ലസ് 2 ലെസ് ദാൻ 10 ആണെങ്കിൽ എക്സ് ലെസ് ദാൻ 10 മൈനസ് 2 എക്സ് ലെസ് ദാൻ 8 എന്ന് എഴുതാം. അപ്പൊ എക്സ് 10നേക്കാട്ട് ചെറുതായിരിക്കണം, 8നേക്കാട്ട് ചെറുതായിരിക്കണം. ഓക്കെ, ആ കണ്ടീഷനോട് നിൽക്കട്ടെ. 2 കണ്ടീഷനാണ് നമുക്ക് കിട്ടിയത്. എക്സ് ലെസ് ദാൻ 10, എക്സ് ലെസ് ദാൻ 8. 8 എവിടെ നിന്ന് വന്നത്? ഈ ഒരു കണ്ടീഷനിൽ നിന്ന് വന്നത്. ഇനി എക്സ് പ്ലസ് 2 ഗ്രേറ്റർ ദാൻ 11, ദാറ്റ് ഇസ് 2x പ്ലസ് 2 ഗ്രേറ്റർ ദാൻ 11. 2x greater than 11 minus 2, that is 9. X greater than 9 by 2, that is x greater than 4.5. അപ്പോൾ ഓഡ് പോസിറ്റീവ് കൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു നാച്ചുറൽ നമ്പറിന്റെ പോലെയാണ് അല്ലേ? എക്സ്, അപ്പോൾ നമുക്ക് ഒരു കണ്ടീഷനോടെ ഇവിടെ കിട്ടി, എക്സ് ഗ്രേറ്റർ ദാൻ 4.5. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് വായിച്ചു നോക്കിയാൽ 4.5നേക്കാട്ടി കൂടുതലായിരിക്കണം
എന്തിനെ ചെറുതായിരിക്കണം? 8നേക്കാൾ ചെറുതായിരിക്കണം. അപ്പൊ ഈ ഒരു രണ്ട് കണ്ടീഷനകത്ത് നിന്ന് ഇത് നമുക്ക് കളയാം. കാര്യം 10നേക്കാൾ ചെറുതായിരിക്കണം, 8നേക്കാൾ ചെറുതായിരിക്കണം. രണ്ടിനെയും കൂടെ ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ 8നേക്കാട്ടിൽ ചെറുതായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ഇതിനെ ഒരുമിച്ച് ആക്കി എഴുതാം. 4.5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 8 അല്ലെ. 4.5 ലെസ് ദാൻ എക്സ് എന്നുള്ളത് ഈ കണ്ടീഷൻ, എക്സ് ലെസ് ദാൻ 8 എന്നുള്ളത് ഈ ഒരു കണ്ടീഷൻ. അപ്പൊ രണ്ടിനെയും കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഇങ്ങനെ എഴുതി 4.5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 8. അപ്പം 4.5നും 8നും ഇടയിലുള്ള ഓഡ് നമ്പേഴ്സ് ഒക്കെ ഒന്ന് പറഞ്ഞേ. 5, 6 ഓഡ് നമ്പേഴ്സ് അല്ല, 7, 8 എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ആണ്, 8 ഈവൻ നമ്പറുമാണ്. അപ്പോൾ ഓഡ് നമ്പേഴ്സ് എക്സ് ക്യാൻ ടേക്സ് ഓൺലി 2 വാല്യൂസ് 5 and 7. 5 വന്നാൽ അടുത്ത കൺസിക്യൂട്ടീവ് നമ്പർ 7. അപ്പൊ നമുക്കൊരു പെയർ ആയിട്ട് എഴുതാം 5, 7. ഇനി 7 ആണ് എക്സിന്റെ വാല്യൂ എങ്കിൽ അടുത്ത കൺസിക്യൂട്ടീവ് നമ്പർ 9. 7, 9 അన్ని അടുത്ത ഓഡ് പെയർ. അപ്പൊ രണ്ട് പെയർ നമുക്ക് കിട്ടി. സാറ്റിസ്ഫൈസ് ദിസ് കണ്ടീഷൻ. ഏതൊക്കെ കണ്ടീഷനാ? എക്സ് ലെസ് ദാൻ 10 ആയിരിക്കണം, എക്സ് ലെസ് ദാൻ 8 ആയിരിക്കണം, എക്സ് ഗ്രേറ്റർ ദാൻ 4.5 ആയിരിക്കണം. രണ്ടിന്റെയും കൂടി സമ്മ് ഗ്രേറ്റർ ദാൻ 11 ആയിരിക്കണം അല്ലെ. 7 5 12, 7 9 16, രണ്ടിന്റെ സമ്മും കൂടി ഗ്രേറ്റർ ദാൻ 11 ആയിരിക്കണം. അങ്ങനെയുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് ഓർഡർഡ് പെയർ നമുക്ക് കിട്ടി. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിലെ പോലെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഫൈൻഡ് ഓൾ ദ പെയർസ് ഓഫ് കൺസിക്യൂട്ടീവ് ഈവൻ പോസിറ്റീവ് ഇൻഡിജേഴ്സ്. അവിടെ നമുക്ക് എക്സും എക്സ് പ്ലസ് 2 തന്നെ എടുക്കാം. കൺസിക്യൂട്ടീവ് ഈവൻ പോസിറ്റീവ് ഇൻഡിജേഴ്സ് ബോത്ത് ഓഫ് വിച്ച് ആർ ലാർജർ ദാൻ 5 സച്ച് ദാറ്റ് ദ സം ഈസ് ലെസ് ദാൻ 23. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എഴുതേണ്ടത് ലെറ്റ് x be x and x plus 2 be any two consecutive even positive integers. അപ്പോൾ എക്സും എക്സ് പ്ലസ് 2 അതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ബോത്ത് ഓഫ് വിച്ച് ആർ ലാർജർ ദാൻ 5. എക്സ് ഗ്രേറ്റർ ദാൻ 5 ആയിരിക്കണം, അതുപോലെ എക്സ് പ്ലസ് 2ഉം ഗ്രേറ്റർ ദാൻ 5 ആയിരിക്കണം. സച്ച് ദാറ്റ് ദർ സം ഈസ് ലെസ് ദാൻ 28. x plus 2 greater than less than 23. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷനാണ് കിട്ടിയത്. ഒന്നാമത്തെ കണ്ടീഷനകത്ത് നിന്ന് നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം എക്സ് ഗ്രേറ്റർ ദാൻ 5. രണ്ടാമത്തെ കണ്ടീഷനകത്ത് നിന്ന് എക്സ് ഗ്രേറ്റർ ദാൻ ഈ 2 അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 3. എക്സ് പ്ലസ് 2 അതായത് 2x plus 2 2x plus 2 less than 23. That is 2x less than 21, x less than 21 by 2. 21 by 2 എന്ന് പറഞ്ഞാൽ 10.5 ആണ്. അപ്പോൾ ഒരു കണ്ടീഷൻ കിട്ടി x less than 10.5. അപ്പോൾ നമുക്ക് ഈ കണ്ടീഷൻസിനെ എല്ലാം കൂടി ഒരുമിച്ചാക്കാം, ഒറ്റ കണ്ടീഷൻ ആക്കാം. എങ്ങനെയാക്കാം? x 5നേക്കാട്ടിൽ വലുതായിരിക്കണം. അപ്പൊ 4 ആവാൻ പാടില്ല അല്ലേ. 4 ആവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ 5നേക്കാൾ വലുതാക്കി എക്സ് 6 മുതൽ സ്റ്റാർട്ട് ചെയ്ത് പോകണം. എക്സ് ഗ്രേറ്റർ ദാൻ 3 4 മുതൽ സ്റ്റാർട്ട് ചെയ്ത് പോകണം. പക്ഷെ സ്റ്റാർട്ട് ചെയ്യാൻ പോകാൻ പറ്റില്ല, കാര്യം ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. എക്സ് ഗ്രേറ്റർ ദാൻ 5 തൊട്ട് ഉള്ളത്, അതായത് നമുക്കൊരു നമ്പർ ലൈൻ വരച്ച് നോക്കി കുറച്ചും കൂടെ ക്ലിയർ ആവും. 1 2 3. അപ്പം എക്സ് ഗ്രേറ്റർ ദാൻ 3 എന്ന് പറഞ്ഞാൽ 3ക്ക് മുകളിൽ അങ്ങോട്ടേക്കുള്ള വാല്യൂസ് ആയിരിക്കണം എക്സിനുള്ളത്. ഇവിടെ 4ഉം ഇവിടെ 5ഉം കിടന്നാൽ പിന്നെയും അവരൊരു കണ്ടീഷൻ പറയുന്നുണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ 5ലും കൂടുതലായിരിക്കണം. ഈ രണ്ടും കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ 2 ഷെയ്ഡിങ് വന്നാൽ ഇവിടെയാണ് വേണ്ടത്. ഈ ഒരു കണ്ടീഷനാണ് നമുക്ക് എടുക്കേണ്ടത്. എക്സ് ഗ്രേറ്റർ ദാൻ 5 ആണ് എടുക്കേണ്ടത്. അപ്പൊ ഇതവിടെ വേണ്ട. ഓക്കെ, എക്സ് ലെസ് ദാൻ 10.5 എവിടെ വരെ ചെല്ലാവും? 10.10നകത്ത് നിൽക്കുകയും വേണം. 5 തുടങ്ങി 10നകത്ത് നിൽക്കുകയും വേണം. അങ്ങനെയുള്ള ഈവൻ പോസിറ്റീവ് നമ്പേഴ്സ് നമുക്ക് നോക്കാം. 5 ലെസ് ദാൻ എക്സ്, അതാണ് എക്സ് ഗ്രേറ്റർ ദാൻ 5 എന്നുള്ളത് തിരിച്ചെഴുതി. 5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10.5. ഓക്കെ, അപ്പൊ ഈ കണ്ടീഷൻ അനുസരിച്ചുള്ള ഈവൻ പോസിറ്റീവ് ഇൻഡിജേഴ്സിനെ നോക്കാം. ഈവൻ പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 6, 5 കഴിഞ്ഞിട്ട് വരുന്നത് 6, 7 ഇല്ല, 8, 9 ഇല്ല, 10 എടുക്കാമല്ലോ. 10.5 താഴെയല്ലേ. അപ്പം ഈവൻ പോസിറ്റീവ് ഇൻഡിജേഴ്സിന്റെ പെയർ കൂടി വേണം. എക്സ് ആണ്. എക്സ് ആൻഡ് എക്സ് പ്ലസ് 2 ബി ദ പെയർ. എക്സിന്റെ വാല്യൂസ് ആണ് ഈ കിടക്കുന്നത്. എക്സും എക്സ് പ്ലസ് 2ഉം. അപ്പം 6ഉം 8ഉം ഒരു പെയർ. 8 വന്നാൽ എക്സിന്റെ വാല്യൂന്റെ സ്ഥലത്ത് 10 ആണ്.
8ഉം 10ഉം അടുത്ത പേരാണ്. 10 വന്നാലോ 12, 10ഉം 12ഉം അടുത്ത പേർ നമുക്ക് ഓർഡർഡ് പെയർ ആക്കി എഴുതാം. അപ്പോൾ ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് നോക്കി. എക്സ് ബോത്ത് ഓഫ് വിച്ച് ആർ ഗ്രേറ്റർ ദാൻ 5 അല്ലെ. 6, 8, 8, 10, 12 ഒക്കെ ഗ്രേറ്റർ ദാൻ 10 ആണ്. ഗ്രേറ്റർ ദാൻ 5 ആണ്. ഇതിന്റെ രണ്ടിന്റെയും കൂടെ സമ്മ് 23ക്ക് ലെസ് ആയിട്ട് വരുമോ? 6, 8 ലെസ് ദാൻ അല്ലെ 6 വെട്ടും 14 ആണ് ലെസ് ദാൻ 23, 18 ലെസ് ദാൻ 23, 22 ലെസ് ദാൻ 23. ഓക്കെ, അപ്പൊ ആ കണ്ടീഷൻസ് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന 3 പെയറാണ് നമുക്ക് കിട്ടിയത്. ദ പെയർ ഓഫ് കൺസിക്യൂട്ടീവ് ഓഡ് ഈവൻ പോസിറ്റീവ് ഇൻഡിജേഴ്സ്. 25th question. The longest side of a triangle is 3 times the shortest side, and the third side is 2 cm shorter than the longest side. If the perimeter of the triangle is at least 61, find the minimum length of the shortest side. അപ്പോൾ നമുക്ക് ഇതൊന്ന് വരച്ചു നോക്കാം. ഒരു ട്രയാങ്കിൾ വരച്ചു നോക്കാം. ട്രയാങ്കിൾ വരച്ചു. ദ ലോങ്ങസ്റ്റ് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ, ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 3 times ദ ഷോർട്ടസ്റ്റ് സൈഡ്. അപ്പൊ ഷോർട്ടസ്റ്റ് സൈഡ് നമുക്ക് എക്സ് എന്ന് കൊടുത്താൽ ഇത് ഷോർട്ടസ്റ്റ് സൈഡ് ആണ്. അതിന്റെ 3 times ആണ് ലോങ്ങസ്റ്റ് സൈഡ്. ഓക്കെ, 3x ആയിരിക്കും. ആൻഡ് ദ തേർഡ് സൈഡ്, മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് 2 cm ഷോർട്ടർ ദാൻ ദ ലോങ്ങസ്റ്റ് സൈഡ്. ലോങ്ങസ്റ്റ് സൈഡിൽ നിന്നും 2 cm കുറവായിരിക്കും. ലോങ്ങസ്റ്റ് സൈഡ് 3x ആണ്. 3x നിന്ന് 2 cm കുറവായിരിക്കും. അപ്പം 3 സൈഡും കിട്ടി അല്ലെ. ആ ഒരു വാക്കുകൾ വായിച്ചു നോക്കിയിട്ട് 3 സൈഡ് മാർക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് വേർഡ്സിലും കൂടെ എഴുതാം. ലെറ്റ് എക്സ് ബി ദ ഷോർട്ടസ്റ്റ് സൈഡ്, ദെൻ ദ ലോങ്ങസ്റ്റ് സൈഡ് ഈസ് 3x ആൻഡ് ദ തേർഡ് സൈഡ് ഈസ് 3x - 2. ഇനി പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് അറ്റ്ലീസ്റ്റ് 61, ഈ പെരിമീറ്റർ അറ്റ്ലീസ്റ്റ് 61 എങ്കിലും ഉണ്ടായിരിക്കണം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് 3ഉം കൂടി ആഡ് ചെയ്യുന്നത് അല്ലെ. എക്സ് പ്ലസ് 3x പ്ലസ് 3x - 2 എന്ന് പറയുന്നത് പെരിമീറ്റർ ആണ്. ആ പെരിമീറ്റർ 61 എങ്കിലും ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ 61നെക്കാട്ടി കൂടുതലിരിക്കണം അല്ലെ. 61 എങ്കിലും ഉണ്ടായിരിക്കണം. 61 കൂടുതലാവാം, കുറച്ച് പ്രശ്നമില്ല. അപ്പം നമുക്കൊന്ന് ആഡ് ചെയ്ത് എഴുതാം. എക്സ് പ്ലസ് 3x is 4x, 4x plus 3x is 7x. 7x - 2 greater than or equal to 61. 7x greater than or equal to 63. ഈ പ്ലസ് -2 അങ്ങ് അപ്പുറത്തുണ്ട്, പ്ലസ് 2 ആയി. 61 plus 2 plus 63. x greater than or equal to 63/7. That is x greater than or equal to 9. അപ്പൊ 9ൽ കൂടുതലായിരിക്കണം x അല്ലെ. ഷോർട്ടസ്റ്റ് സൈഡ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 9. പെരിമീറ്ററിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ ആയതുകൊണ്ട് നമുക്ക് എഴുതാം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് എഡ്ജ് ഓഫ് ദ ട്രയാങ്കിൾ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 9 cm. Exercise 6.1 last question, 26th question. A man wants to cut 3 lengths from a single piece of board of length 91 cm. അപ്പോൾ സിംഗിൾ പീസ് ലെങ്ത് ആണ്. അതിനകത്തുനിന്ന് 3 പീസ് കട്ട് ചെയ്തെടുക്കുന്നു. ഓക്കെ, 3 പീസ് എന്ന് പറയുമ്പം ഓരോ പീസായിട്ട് അപ്പം ഫുൾ ലെങ്ത് ആണ് ഈ തന്നിരിക്കുന്നത് 91 cm എന്നുള്ളത്. അതിനകത്തുനിന്ന് 3 പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. ദ സെക്കൻഡ് ലെങ്ത് ഈസ് ടു ബി 3 cm ലോങ്ങർ ദാൻ ദ ഷോർട്ടസ്റ്റ്. ദ സെക്കൻഡ് ലെങ്ത് നമുക്ക് ഇതായിട്ട് എടുക്കാം. ഷോർട്ടസ്റ്റിനെ ഇതായിട്ട് എടുക്കാം. ഷോർട്ടസ്റ്റ് എക്സ് ആണെങ്കിൽ രണ്ടാമത്തത് സെക്കൻഡ് ലെങ്ത് എന്ന് പറയുന്നത് 3 cm ലോങ്ങർ ദാൻ ഷോർട്ടസ്റ്റ്, അതായത് എക്സ് പ്ലസ് 3 ആയിരിക്കും. ഓക്കെ, ആൻഡ് ദ തേർഡ് ലെങ്ത് ഈസ് ടു ബി ട്വൈസ് ആസ് ലോങ് ആസ് ദ ഷോർട്ടസ്റ്റ്. ഷോർട്ടസ്റ്റിന്റെ ട്വൈസ് ആയിരിക്കും തേർഡ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടി. ഇനി ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ പോസിബിൾ ലെങ്ത്സ് ഓഫ് ദ ഷോർട്ടസ്റ്റ് ബോർഡ്. ഷോർട്ടസ്റ്റ് ബോർഡ് ഈ എക്സിന്റെ പോസിബിൾ ലെങ്ത് എന്തായിരിക്കും? വേറൊരു കണ്ടീഷൻ പറയാണ്. ഇഫ് ദ തേർഡ് പീസ് 2x is to be at least 5 cm longer than the second. x plus 3യേക്കാൾ 5 cm longer ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ത്? ഇവിടെ 2 കണ്ടീഷനാണ് എക്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം എന്തിനാണ് അങ്ങനെ 2 കണ്ടീഷൻ തരുന്നത്? ഇത് ഇനീക്വാളിറ്റി ആയതുകൊണ്ടാണ്. ഇക്വാളിറ്റി ആണെങ്കിൽ ഒറ്റ കണ്ടീഷൻ മതിയായിരുന്നു. ഇനീക്വാളിറ്റി ആയതുകൊണ്ട് 2 കണ്ടീഷൻ നമുക്ക് സമമാണ് 91 എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ ദാറ്റ് ഈസ് x plus 3 plus 2x. എക്സാക്ട്ലി 91 അല്ല.
മാക്സിമം 91 ആണ് ഇത് മൊത്തവും. 91-നകത്തുനിന്ന് നമുക്ക് ഇഷ്ടമുള്ള 3 പീസ് മുറിച്ചെടുക്കാം. മൊത്തം ഒന്നും മുറിച്ചെടുക്കണമെന്നില്ല, ബാക്കി പീസ് വരികയും ചെയ്യാം. അപ്പോൾ ഇതിനകത്തുനിന്ന് കുറഞ്ഞു നിൽക്കണം, ഇതിന്റെ സമ്മ് കുറഞ്ഞു നിൽക്കണം, 91-നെക്കാട്ടി കുറഞ്ഞു നിൽക്കണം. ഓക്കെ, പിന്നെയുള്ള കണ്ടീഷൻ. അപ്പോൾ ഇത് ഒറ്റ ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് ഇതാണ്. ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം ആദ്യം. 2x 3x 4x പ്ലസ് 3 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 91 വരും. വിച്ച് ഇംപ്ലൈസ് 4x less than or equal to 91 minus 3, that is 4x less than or equal to 88, x less than or equal to 22. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. എക്സിന്റെ വാല്യൂ 22-ൽ കുറഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് ആ 3 പീസ് ഇതേ കണ്ടീഷനിൽ സാറ്റിസ്ഫൈ ചെയ്ത് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ. 21 കുറഞ്ഞിരുന്നാൽ മാത്രം 22 അല്ലെങ്കിൽ 22-ൽ കുറഞ്ഞിരിക്കുകയോ ചെയ്യാം. ഇനി അടുത്ത കണ്ടീഷൻ പറയുന്നത് the second length is to be 3 cm longer than the അതാണ് നമ്മൾ ചെയ്തത്. ഇവിടെ ഷോർട്ടസ്റ്റ് വരെ ചെയ്തു. ഓക്കെ, വാട്ട് ആർ ദ പോസിബിൾ ലെങ്ത്സ് ഓഫ് ദ ഷോർട്ടസ്റ്റ് ബോർഡ് ഇഫ് ദ തേർഡ് പീസ് ഈസ് ടു ബി അറ്റ്ലീസ്റ്റ് തേർഡ് പീസ് എന്ന് പറഞ്ഞാൽ 2x ഈസ് ടു ബി അറ്റ്ലീസ്റ്റ് 5 cm ലോങ്ങർ ദാൻ ദ സെക്കൻഡ്. അറ്റ്ലീസ്റ്റ് അത് നമുക്ക് പിന്നെ ഇടാം, സിമ്പിൾ ഇടാം, ഇനീക്വാളിറ്റി പിന്നെ ഇടാം. 2x എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 5 cm ലോങ്ങർ ദാൻ ദ സെക്കൻഡ്. സെക്കൻഡിനെക്കാട്ടിൽ 5 cm ലോങ്ങർ ആയിരിക്കണം. 2x ഈസ് അറ്റ്ലീസ്റ്റ് 2x അത്രയെങ്കിലും ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ വരേണ്ടത്? 2x അത്രയെങ്കിലും ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ അല്ലേ, ഇത്രയെങ്കിലും ഉണ്ടാകണം. ഇത് എങ്കിലും എന്നുള്ളതാണ് ഇവിടെ വരേണ്ടത്. ചെറുത്, ഏറ്റവും ചെറുതിൽ കൂടുതലാവാം. 2x എന്ന് പറയുന്നത് x പ്ലസ് 3-യെക്കാട്ടിൽ 5 കൂടുതൽ എങ്കിലും ഉണ്ടാകണം. ഓക്കെ, അപ്പൊ നമുക്കിത് ആദ്യം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ കിട്ടുന്നില്ല എങ്കിൽ ഏതെങ്കിലും ഒരു സിമ്പിൾ ഇട്ട് നോക്കിയിട്ട് വീണ്ടും ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ച് നമ്മുടെ മീനിങ്ങുമായിട്ട് കറക്റ്റ് ആയിട്ട് പോകുന്നു എന്ന് നോക്കിയാൽ മാത്രം മതി, നമുക്ക് ഉറപ്പായിട്ടും അത് കിട്ടും. അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്യാം, ഈ ഇനീക്വാളിറ്റി ഒന്ന് സോൾവ് ചെയ്യാം. എക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. എക്സ് ഗ്രേറ്റർ 2x മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 + 5 ഈസ് 8. അപ്പൊ നമുക്ക് രണ്ട് കണ്ടീഷനാണ് കിട്ടിയത് അല്ലെ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 22 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8. ഈ രണ്ട് കണ്ടീഷനൂടെ ചേർത്തിട്ട് അല്ലെ നമുക്കൊരു 1 നമ്പറൊക്കെ കൊടുക്കാം. ഫ്രം 1 and 2 എന്ന് എഴുതാം. എന്നിട്ട് ഫ്രം 1 and 2 8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, ഈ കണ്ടീഷൻ അതുപോലെ എഴുതി. ഇനി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 22 എന്നുള്ളത് അടുത്ത കണ്ടീഷനായിട്ട് അതിന്റെ കൂടെ ചേർത്ത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 22. അപ്പൊ നമുക്ക് കിട്ടിയ കണ്ടീഷൻ ഇതാണ്. ഈ രണ്ട് കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്ത് കിട്ടുന്ന വാല്യൂസ്. അപ്പൊ ഏതാണ് കിട്ടുന്നത്? അതായത് എക്സ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 8-നെക്കാട്ടിൽ കൂടുതലുമായിരിക്കണം, 22-നെക്കാട്ടിൽ കുറവുമായിരിക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷനാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള കണ്ടീഷനിലാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് 3 പീസ് മുറിച്ച് മാറ്റാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ വേണം ആൻസർ എഴുതാൻ. ഇവിടെ രണ്ട് കണ്ടീഷൻ തന്നിരുന്നത്, രണ്ട് ഇനീക്വാളിറ്റി രണ്ട് സൈഡിലും ആക്കി എഴുതിയാൽ മതി. ഒരു കണ്ടീഷനേ ഉള്ളെങ്കിൽ ഒരു കണ്ടീഷനായിട്ടും എഴുതിയാൽ മതി.